മറൈൻ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് വി ജെ മാത്യു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇപ്പോഴാണ് ഈ MSc എൽസ അപകടത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുക, അതുപോലെ തന്നെ ഈ കപ്പൽ മുങ്ങുന്നതിന് മുൻപുള്ള വോയിസ് റെക്കോർഡർ, ലോഗ് ബുക്ക്, DVR തുടങ്ങിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നെങ്കിൽ ഇതിൽ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമായിരുന്നു എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഈ രണ്ട് കപ്പൽ ദുരന്തത്തിലും നമ്മുടെ നിയമപരമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിൽ പിഴവുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച രണ്ട് വിദഗ്ധർ പറഞ്ഞ ഒരു വിഷയത്തിലേക്കൊന്ന് കടന്നോട്ടെ. കാരണം ഇവർ താങ്കൾ പറഞ്ഞ പോലെ, അവതാരകൻ പറഞ്ഞ പോലെ, ഒരു ഔദ്യോഗിക കാർഗോ മാനിഫെസ്റ്റോ ഇനിയും പുറത്തു വന്നിട്ടില്ല. MSc എൽസയുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കാർഗോ മാനിഫെസ്റ്റോ വന്നിട്ടില്ല. പകരം MScയുടെ കൊച്ചി ഓഫീസിലെ ഒരു ഓഫീസർ സൈൻ ചെയ്ത മാനിഫെസ്റ്റോ വന്നത്. അത് ശരിയാണെങ്കിൽ പോലും ഞാനത് നോക്കിയപ്പോൾ 643 കണ്ടെയ്നറിൽ 81 MT, അതിൽ 388 കാൽഷ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള കെമിക്കലുകളും അതുപോലെ എൻവയോൺമെൻ്റൽ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള നിരവധി വസ്തുക്കളും, അതിനൊപ്പം തന്നെ കുഫോസിലെ മാഡം പറഞ്ഞതുപോലെ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷിപ്പിംഗ് അറിയാമാണെങ്കിൽ തൂത്തുക്കുടിയിലും മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുനിസിപ്പൽ വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റ്, അസാഡസ് വേസ്റ്റ് എല്ലാം വന്ന് നമ്മുടെ തമിഴ്നാട്ടിലെയും കന്യാകുമാരിയിലെയും കിണറുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇതുപോലെ ഈ വേസ്റ്റ് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് നിരവധി, ഇപ്പോൾ ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, നിരവധി കെമിക്കൽസ് ഇതിനകത്ത് കാണാം. അപ്പം അതിനെ നമ്മൾ ലൈറ്റായിട്ട് കാണരുത്. അത് പറയുമ്പോൾ എനിക്ക് ഈ നാടോടിക്കാറ്റിലെ ഒരു സിനിമ പറയുന്ന പോലെയാണ്. ഇത്തിരി പരുത്തിക്കുരു, ഇത്തിരി തേങ്ങാപ്പിണ്ണാക്ക്, ഇത്തിരി വേറെ ഒന്ന് പാലിങ്ങനെ ഷർവറ എന്ന് പറയുന്ന പോലെ ഈ കുഫോസിൻ്റെ ആളുകളാണെങ്കിലും കുസാറ്റിൻ്റെ ആളുകളാണെങ്കിലും ഇതിനു മുൻപ് ഹിന്ദു ഡെയിലിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു ഓൺലൈനിൽ. അതിനകത്ത് സെൻറ്റർ ഫോർ മറൈൻ ലിവിങ് റിസോഴ്സസിൻ്റെ ഒരു ഡയറക്ടർ, സെൻട്രൽ ഗവൺമെൻറ് ആണ്, ഇന്ത്യൻ ഓഷ്യോനോഗ്രാഫിക് സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ അതിൻ്റെ ഒരു ഡയറക്ടർ, കുഫോസിൻ്റെ തന്നെ വൈസ് ചാൻസലർ, ഇവരൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ എല്ലാവരും കുറച്ച് ബങ്കർ ഓയിൽ, കുറച്ച് കെമിക്കൽ, കുറച്ച് പ്ലാസ്റ്റിക് എല്ലാം വളരെ ലൈറ്റായിട്ട് കാണുവാണ്. ഇതിനകം തന്നെ നമ്മുടെ തീരത്ത് അടിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് പുറത്ത് വന്ന 10-80 കണ്ടെയ്നറുകളുണ്ട്. അത് മുട്ടി നൂറുകണക്കിന് ബോട്ടുകൾക്കും ബോട്ടിൻ്റെ വലകൾക്കും ബോട്ടിൻ്റെ പല സ്ഥാപനം അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് കാണരുത് ഒരു ഭാഗത്ത്. ഇത് പറയുമ്പോൾ FIRലേക്ക് ഞാൻ വരാം. FIRൽ വരുമ്പോൾ അല്ല സാർ, ഞാൻ ഒരു കാര്യം ഇടയിൽ ചോദിച്ചോട്ടെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ടായിരിക്കും സാർ എന്തുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശപ്പെട്ടതാണല്ലോ ഈ കാര്യങ്ങൾ മുഴുവൻ? കാരണം ഈ നാടിന്റെ തീരത്താണല്ലോ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ബാധിക്കും, നമ്മുടെ പ്രകൃതി എങ്ങനെ ബാധിക്കും, നമ്മുടെ മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ തീരദേശത്തുള്ളവർ എങ്ങനെ ബാധിക്കും എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇങ്ങനെ മറച്ചു വയ്ക്കപ്പെടുന്നത്? അതാണ് ഈ രണ്ട് വെസലും തമ്മിലുള്ള വ്യത്യാസം. MSc മുങ്ങിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും, ഹിന്ദു ഡെയിലി ഒരു ചർച്ച നടത്തിയിരുന്നു, ഓൺലൈൻ ചർച്ച. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദഗ്ധർ പങ്കെടുത്തത്, ഞാനും പങ്കെടുത്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ കുഫോസിലെ മാഡം പറഞ്ഞതുപോലെ കാൽഷ്യം കാർബൈഡ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അസറ്റിലിൻ മാത്രമല്ല വരുന്നത്. കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഞാനും കെമിസ്ട്രി പഠിച്ച ഒരാളാണ്, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലോയ്ക്ക് വന്നതാണ്. അപ്പോൾ അതിനകത്ത് അസറ്റിലിൻ്റെ ഒപ്പം തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ബൈ പ്രോഡക്റ്റ് ഈ സ്പോണിങ് സീസണിൽ മുട്ടയിടുന്ന കാലത്ത് മുട്ടകളും കുഞ്ഞുങ്ങളും ലാർവകളും ചത്തുപോകുമെന്ന് ഈ സെൻറ്റർ ഫോർ ഫിഷറീസിലെ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ പറഞ്ഞത് യൂട്യൂബിലെ വീഡിയോയിൽ കിടപ്പുണ്ട്. അതിലപ്പുറത്ത് ഒരു സ്റ്റഡി വേണ്ടല്ലോ. ഈ കുഫോസും കുസാറ്റും സ്റ്റഡി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സെൻറ്റർ ഫോർ ഓഷ്യോനോഗ്രാഫിയും പറഞ്ഞത് ഞങ്ങൾ 2 മാസത്തിനകം പഠിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞത്. ഇതിനെന്ത് സമാധാനം പറയുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതൊരു ബൈ പ്രോഡക്റ്റാണ്. അത് മത്സ്യസമ്പത്ത് നശിക്കും, വെള്ളത്തിൻ്റെ
pH വാല്യൂ മാറും, മുട്ടകളും ഇത് ചത്തുപോകും. അതൊക്കെ കുഫോസിലുള്ളതാണല്ലോ ഡാറ്റയിൽ. അപ്പോൾ അത് വെള്ളത്തിൽ ഇതിനകം പടർന്നിട്ടില്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? കുസാറ്റിലെ ഉദ്ദേഹം പറഞ്ഞത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള കാർഗോ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് പാക്ക് ചെയ്ത് വരും. പക്ഷേ നമ്മളിപ്പോൾ വാൻഹായ് രാവിലെ കത്താൻ തുടങ്ങി, ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് മുമ്പ് അസാഡസ് കാർഗോ കൂടുതലുള്ളതുകൊണ്ട് അസാഡസ് കാർഗോയുടെ മാനിഫെസ്റ്റോ പുറത്തു വന്നു. ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അത് പെട്ടെന്ന് അത് പുറത്തു വിടുകയും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരികയും അത് കത്തിയാൻ വരികയും അതിനകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മുങ്ങിയിട്ടില്ലല്ലോ. ഇവിടെ മുങ്ങിക്കിടക്കുവാണ്. കഴിഞ്ഞ 3 ആഴ്ച 4 ആഴ്ചയായിട്ട് മുങ്ങിക്കിടക്കുവാണ്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്, എനിക്കറിയാം ഇത് ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൂടുതൽ കെമിക്കൽസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ രേഖ പുറത്ത് വന്നു, MSC വിട്ട രേഖ അത് ശരിയാണെങ്കിൽ പോലും, ശരിക്കും കസ്റ്റംസിൻ്റെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോയിൽ അത് പുറത്ത് വിട്ടാലേ ഇമ്പോർട്ടറുടെ പേരും കാർഗോയുടെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. ആദ്യം ചീഫ് സെക്രട്ടറിയുടെ ഒപ്പല്ല സീലോട് അനുമതിയോടുകൂടി പുറത്ത് വിട്ട് അപ്ലോഡ് ചെയ്തതിനകത്ത് 4 കണ്ടെയ്നർ ക്യാഷ് എന്നാകേണ്ടത്. ഇപ്പോൾ ആ ക്യാഷ് പോയി കാഷ്യൂ ആയി. അപ്പോൾ ഓരോ സ്റ്റേജിലും ഈ മാനിഫെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കപ്പലിനകത്ത് 377 ടൺ ബങ്കർ ഓയിലുണ്ട്. ബങ്കർ ഓയിൽ അത് എടുക്കാൻ സക്സസ്ഫുൾ ആയാൽ വെൽ ആൻഡ് ഗുഡ്. 84.44 ടൺ ഡീസലുണ്ട്. അതുകൂടാതെ നിരവധി കെമിക്കൽസ് ഉണ്ട്. എനിക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 383 കണ്ടെയ്നറിൽ കെമിക്കൽസും എൻവയോൺമെൻറ്റിന് അസാഡസുമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത മെറ്റീരിയൽസാണ് കൂടുതൽ. ഇപ്പം വെറും പഞ്ഞി മാത്രം കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇപ്പം കൊല്ലത്തെ മത്സ്യ ബോട്ടുകളുടെ ഉടമകളോട് ചോദിച്ചാൽ, തൊഴിലാളിയോട് ചോദിച്ചാൽ അറിയാം, ഈ പഞ്ഞികൾ വന്നിട്ട് ഈ വലകൾ മുഴുവൻ നശിപ്പിച്ചു. അവരൊക്കെ വല ഉപേക്ഷിച്ച് അവർ കേസിന് പോകാൻ പോവാണ്. ഇന്നലെ പോയിട്ട് FIR എടുത്തില്ല അവരുടെ പരാതിന്മേൽ. അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ FIR വൈകിയോ ഇല്ല എന്നുള്ള അല്ല പ്രശ്നം. ഏതായാലും ഇപ്പോൾ FIR വന്നു. അതിനകത്തുള്ള വകുപ്പുകൾ പ്രകാരം വളരെ പ്രത്യേകം പറയുന്നുണ്ട്. കാൽഷ്യം കാർബൈഡ് പറയുന്നില്ലെങ്കിലും മാർഗേണ തോട്ടപ്പള്ളി അടുത്ത് മുങ്ങുകയും കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറത്തു തള്ളപ്പെട്ട മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇടയാക്കിയും കൂടാതെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കുവാനും കപ്പൽ മൂലം അതിൽ നിന്നും കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ മൂലവും കപ്പൽ ചാലിലും സമീപ പ്രദേശങ്ങളും നടത്തുന്ന യാനങ്ങളുടെ പൊതുസഞ്ചാരത്തിന് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുവാനും ഇടയാക്കിയ കാര്യം. അപ്പോഴും കാൽഷ്യം കാർബൈഡും വിഷവസ്തുക്കളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ കാർഗോ മാനിഫെസ്റ്റോ പോലീസിന് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് പരാമർശമില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയത് കരുനാഗപ്പള്ളി തെങ്ങാണ്ടുള്ള ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കംപ്ലയിൻ്റ് മേലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കംപ്ലയിൻറ്റ് വരും. കാരണം ഇത് നാശനഷ്ടം സംഭവിച്ചവരുടെ കാര്യങ്ങളുണ്ട്. ഇത് മുന്നോട്ട് പോകേണ്ടത് ഈ നടപടിയെടുത്ത് കേസ് ചാർജ് ചെയ്തു, അതിൽ അവർ സമൻ ചെയ്യണം, ചോദ്യം ചെയ്യണം. പിന്നെ ഇവിടെ പറയുകയുണ്ടായി VDRും വോയിസ് ഡാറ്റ റെക്കോർഡറും 3 ലോഗ് ബുക്കും വെസൽ ചാർട്ടും എല്ലാം നേരത്തെ അവരെടുത്തിട്ടുള്ളത്. അതെല്ലാം അവർ നേരത്തെ എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് 24 മണിക്കൂർ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. MSC ഈ ഷിപ്പിംഗ് അറിയാൻ പാടില്ലാത്ത കമ്പനിയല്ല. അവരെല്ലാം അത് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ വാൻഹായ് പോലെ ആളുകളെടുത്ത് ജീവൻ കൊണ്ടെടുത്ത് ചാടുമായിരുന്നില്ല. 24 hours കഴിഞ്ഞിട്ട് മുങ്ങുമെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ബോട്ടിലേക്ക് ചാടിയത്, അവരുടെ ലൈഫ് ജാക്കറ്റിലേക്ക്. അല്ല, അപ്പോൾ ഇതിനകത്ത് ഈ കപ്പൽ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അങ്ങനെയാണോ താങ്കൾ ഇതിനെ കാണുക? അല്ല, കപ്പൽ കമ്പനി ചെയ്ത കാര്യം ആർക്കും അറിയില്ലല്ലോ. കപ്പൽ കമ്പനി ഉത്തരവാദിത്തപ്പെട്ടതാണെങ്കിൽ ആദ്യം തന്നെ കാർഗോ മാനിഫെസ്റ്റോ പുറത്തുവിടണ്ടേ? 24-ാം തീയതി തുടങ്ങി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? അല്ലല്ല, ഞാൻ ചോദിച്ചത് സാർ തിരിച്ചാണ്. അതായത് അവർക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഈ മനോരമ ഒരു ലീക്ക് ചെയ്തത്, ഒരു മിനിറ്റ്സിൻ്റെ രണ്ട് പാരഗ്രാഫ്. അതെ, അതാണല്ലോ ഇതിനകത്ത് ക്രൂഷ്യലായ വിഷയം. അതെ, ശരി സാർ, ഞാൻ വരാം. ശ്രീമതി മാഗ്ലിൻ, എത്രമാത്രം മറച്ചു വെച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ വിഷയമല്ല. FIR വന്നു കഴിഞ്ഞു. അതെ. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണോ ഒരു പ്രൊസീജിയർ ഉണ്ടാകേണ്ടത്? അതായത്
ഒരു കപ്പൽ ദുരന്തം ഉണ്ടായ ശേഷം ഇത്ര കാലതാമസം വന്ന് നേരിട്ട ശേഷമാണോ ഈ നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്? നിയമാനുസരണം അങ്ങനെയാണോ വേണ്ടത്? അത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻറിക്ക അലക്സിയുടെ ഉപമ പറഞ്ഞത്. ഉപമയല്ല ആ സംഭവം. ഞാനാണ് കപ്പൽ കമ്പനിക്ക് വേണ്ടി ഹാജരായത്. അന്ന് ഞാൻ എന്താ പറയുക, കുറ്റവാളികളുടെ ഭീകരരുടെ വക്കീലായിരുന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കപ്പൽ 24.4 നോട്ടിക്കൽ മൈലിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അവിടുന്ന് 45 നോട്ടിക്കൽ മൈലിന് പുറത്ത് പോയിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത് നീണ്ടകര പോലീസ് സ്റ്റേഷൻ. ആദ്യം കോസ്റ്റൽ പോലീസ് നമ്മുടെ ഫോർട്ട് കൊച്ചി എടുത്തു, അത് കഴിഞ്ഞ് അത് നീണ്ടകരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ നിന്നാണ് ഇവരെ വിളിച്ചു വരുത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു 24 മണിക്കൂർ വേണ്ടി വന്നില്ല. എല്ലാം ചെയ്തില്ലേ? എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, അമ്യൂണേഷൻ എടുത്തു, അതിൻ്റെ അന്വേഷണം നടന്നു, ചാർജ് ഷീറ്റ് വന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ശരി. അതുപോലെ എല്ലാ കേസിലും എല്ലാ രാജ്യത്തും അങ്ങനെയാണ്.